മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. മലയാളം മാനം കടത്താൻ വേണ്ടി കുറച്ച് ഉസുറും പുളിയില്ലാത്ത മലയാളികളുണ്ട്, കുറച്ച് ആൾക്കാർ. ഞാൻ ആ വാഗാ ബോർഡറിൽ പോയി കണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പം ഞാനതിൽ പറഞ്ഞു, പിന്നെ ഭാരത് മാതാക്കി ഭാരത് മാതാക്കി. അത് നമ്മൾ പറഞ്ഞ അവിടുത്തെ പട്ടാളക്കാർ നമ്മളോട് ഇങ്ങനെ പറയാണ്, എല്ലാ ആൾക്കാരും. കാരണം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങളാണ്. അപ്പോൾ ഒരു ഇന്ത്യക്കാരനെന്ന് പറയുമ്പോൾ നമുക്കൊരു ആവേശമാണ്. നിങ്ങളൊക്കെ ഇന്ത്യക്കാരൻ തന്നെയാണോ? അത് പറഞ്ഞപ്പോൾ ഞാൻ സംഖ്യാക്കിക്കുക ഉസുറും പുളി മാന. ഞാൻ ഇനിയും പറയും, ഞാനൊരു ഇന്ത്യക്കാരനാണ്. എപ്പോഴും പറയും ഭാരത് മാതാക്കി ജയ് ഹിന്ദ്. ഇത് എപ്പോഴും ഞാൻ പറയും. അതിൻ്റെ അടിയിൽ വന്നുകാണ്ട് ഇങ്ങനത്തെ കുണച്ച നിങ്ങൾ ഇങ്ങനല്ല പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ആ പട്ടാളക്കാരെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം പട്ടാളക്കാരാണ് പറയുന്നത്. ഓല് നമുക്കൊക്കെ കാവൽ നിൽക്കുന്ന ആൾക്കാരെയാണ് ഞങ്ങൾ പറഞ്ഞത്. ഇനി പോണ നേരെ കാർഗിൽക്കാണ്. അവിടുത്തെ കാര്യങ്ങൾ നിങ്ങൾ കണ്ടുനോക്കി. അതൊക്കെ കാണുമ്പോൾ എന്താ പറയുക, കണ്ണ് നിറഞ്ഞു പോകും. ഞമ്മക്കും വേണ്ടിയിട്ട് നമ്മൾ തെരയിൽ 4 നേരം നന്നുന്നുണ്ടല്ലോ. ഞമ്മക്കിവിടെ കാവലാരാണ് നിൽക്കുന്നത്? ഇന്ത്യൻ ആർമിയാണ് കാവൽ നിൽക്കുന്നത്. ആ ഒരു ബോധം എല്ലാ ഈ തെറി പറഞ്ഞ ഉസുറും പുളി മാനസാനില്ലാത്തവർക്ക് വേണം കേട്ടോ. നിങ്ങൾ കേട്ടില്ലേ, നമ്മുടെ കേരളത്തിന്റെ പച്ചയായ ഒരു ചിത്രമാ പാണ്ടിക്കാട് കുഞ്ഞാനി വിളിച്ചു പറയുന്നത്. ഞാൻ ആദ്യമേ തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയാം. പാണ്ടിക്കാട് കുഞ്ഞാൻ എന്ന വ്ളോഗറാണ് ഇദ്ദേഹത്തിന് എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു പരിചയവുമില്ല. പക്ഷെ ഇദ്ദേഹത്തിന്റെ വീഡിയോ ഒക്കെ ഇടയ്ക്ക് കാണാറൊക്കെ ഉണ്ട്. ഇദ്ദേഹം വിളിച്ചു പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ. ഇദ്ദേഹം കഴിഞ്ഞ ഈ ഒരു വീഡിയോ ഇറക്കുന്നതിന് മുമ്പേ ആയിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാനെ പച്ചകൾ എന്ന് വിളിച്ചുകൊണ്ട്, പാകിസ്ഥാനെ എതിർത്തുകൊണ്ട്, അതേപോലെ തന്നെ ഭാരത് മാതാക്കി വിളിച്ചുകൊണ്ട് വന്ദേ മാതരം ആലപിച്ചൊക്കെ രംഗത്തെത്തിയ സമയത്ത് അതിന് നമ്മുടെ കേരളത്തിലെ പാകിസ്ഥാൻ പ്രേമികൾ ഇദ്ദേഹത്തിന് തെറിവിളികളുമായിട്ട് രംഗത്തെത്തി. അതിനുള്ളൊരു മറുപടിയാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്. അദ്ദേഹം ആ വീഡിയോയിൽ പറഞ്ഞ ചെറിയൊരു ഭാഗം ഞാനൊന്ന് ഇവിടെ കൊടുക്കാം. പാകിസ്ഥാനികള് കോൽക്കളിയും കളിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ നല്ല പ്രകടനവും കാഴ്ച വെക്കുന്നുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അവിടെ കോൽക്കളി കളിച്ച 4 ആളും വെച്ചുകൊണ്ട് നിങ്ങൾ കേട്ടില്ലേ, പാകിസ്ഥാൻ അവിടെ ആകെ 4 ആളെയും വെച്ചുകൊണ്ട് കോൽക്കളി കളിക്കുകയാണ് എന്നും ആകെ 4 ആളെ ഉള്ളൂ എന്നും പച്ചകളി എന്നും അധിക്ഷേപിച്ച് തന്നെ പാകിസ്ഥാനികളെ വിളിച്ചു. അതിലൊക്കെയാണോ ഉരുപൊട്ടുന്നത്? മറ്റൊന്നുകൂടി നിങ്ങൾ കേട്ടില്ലേ, ഇദ്ദേഹത്തിന്റെ ആ ഒരു വീഡിയോയിൽ ഉടനീളം വന്ദേ മാതരം അദ്ദേഹം വിളിക്കുന്നുണ്ട്, ഭാരത് മാതാക്കി വിളിക്കുന്നുണ്ട്. ഈ രാജ്യത്തിന് വേണ്ടി എന്തൊക്കെയാണോ അവിടെ പ്രകടനങ്ങൾ നടക്കുന്നത് അതൊക്കെ അദ്ദേഹം അഭിമാനത്താൽ ഏറ്റുവിളിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് എജാതി കുരുപൊട്ടലാണെന്നോ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ പ്രേമികളുടെ എണ്ണം കൂടിയോ? ഞാൻ തെറി വിളിച്ചതിന്റെ ഒരു ഉദാഹരണം ഇവിടെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. പച്ചകളെന്ന് ഉറക്കെ വിളിച്ചു പലരെയും സുഖിപ്പിച്ചല്ല രാജ്യസ്നേഹം പ്രകടിപ്പിക്കേണ്ടത്. അയൽ രാജ്യത്തെ സ്നേഹിച്ചാലും ബഹുമാനിച്ചാലും ദേശസ്നേഹം തകരില്ല എന്ന ദൃഢനിശ്ചയത്തിലാണ് ഒരു അബ്ദുൾ റഹ്മാനാണ് ഈ ഒരു പോസ്റ്റ്, ഈ ഒരു കമന്റ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വീഡിയോയിലാണ് അദ്ദേഹത്തെ എതിർത്തുകൊണ്ട് എന്ത് ഭാരത് മാതാക്കി വിളിച്ചതിന്, പച്ചകൾ എന്ന് പറഞ്ഞതിന്. അത് ശരിയല്ല. ഇയാളൊക്കെ പാകിസ്ഥാൻ പ്രേമിയല്ലേ? ഈ പാകിസ്ഥാനികളെ പച്ചകൾ എന്ന് മാത്രം വിളിച്ചാൽ പോരാ, പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യമെന്ന് ഓരോ ഇന്ത്യക്കാരനും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണോ? കാരണം എന്താ, നമ്മളിൽപ്പെട്ട 26 പേരെ പഹൽഗാമില് പാകിസ്ഥാൻ ഭീകരർ കൊലപ്പെടുത്തിയിട്ട് വർഷങ്ങൾ പോലും ആയിട്ടില്ല. നമ്മളിൽപ്പെട്ടവർ മതം നോക്കി നടക്കുന്നവർ ആ 26 പേരെ നമ്മൾ എന്ന് പറയാൻ സാധിക്കൂല. ഈ നാടിന്റെ ഐക്യം അറിയുന്ന, ഈ നാടിന് ഐക്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന സകലരും ഒരേപോലെ പറയൂ, നമ്മളിൽപ്പെട്ട 26 പേരെ കൊല ചെയ്ത പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യത്തിനെതിരെ നമ്മൾ പറയണ്ടേ? അവരോട് എന്ത് കോപ്പില മനുഷ്യത്വം വേണമെന്ന ഈ അബ്ദുറഹ്മാൻ എന്നൊക്കെ പറയുന്ന ഇത്തരം ഒരുപാട് ആളുകൾ, ഞാൻ ഉദാഹരണം പറയുന്നത്, ഈ പാകിസ്ഥാനോട് ഒരു തരത്തിലും ഒരു സന്ധിയും വേണ്ട. എന്തിന് സന്ധി? നമ്മളിൽപ്പെട്ടവരെ കൊല ചെയ്തിട്ടോ? ഇത് മാത്രല്ല, ഈ മുംബൈ ഭീകരാക്രമണം നമ്മൾ പ്രത്യേകം ഓർക്കണം. കോൺഗ്രസ് രാജ്യം ഭരിക്കുന്ന സമയത്ത് മുംബൈ ഭീകരാക്രമണം, ആ മുംബൈ ഭീകരാക്രമണം നടത്തിയത് പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യമല്ലേ? എന്നിട്ട് ഏതെങ്കിലും സംഘികൾ വന്നിട്ട്, ഇവര് സംഘികൾക്കെതിരെ പലതും കമന്റ് ബോക്സുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നു, സംഘികൾക്ക് വേണ്ടി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. ഏതെങ്കിലും ഒരു സംഘി പറയുന്നുണ്ടോ കോൺഗ്രസ് രാജ്യം ഭരിച്ച സമയത്തെ മുംബൈ ഭീകരാക്രമണം അങ്ങനെ ആവട്ടെ എന്ന് ഒരിക്കലും പറയുന്നില്ല. അവര് പറയുന്നു പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യം എന്ന് തന്നെ പറയുന്നു. ഈ രാജ്യത്ത് ആര് ഭരിച്ചാലും ഈ രാജ്യത്തിനെതിരെ പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യം പ്രവർത്തിച്ചിട്ടുണ്ട്. ഓരോ ഇന്ത്യക്കാരന്റെയും ശത്രു തന്നെയാ പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യം. നമ്മളിൽപ്പെട്ടവരെ ഇല്ലാതാക്കിയവരെ എന്തിന്റെ പേരിൽ നമ്മൾ എന്തിനു മനുഷ്യത്വം കാണിക്കണം?
അത് കൃത്യമായിട്ട് കുഞ്ഞാൻ അങ്ങ് വിളിച്ചു പറഞ്ഞു, പാണ്ടിക്കാട് കുഞ്ഞാൻ. അത് സഹിക്കാൻ സാധിക്കാതെ ഇവിടെ കുറെ ആളുകൾ ഈ രംഗത്തെത്തുക. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്, സകല മലയാളികളും തിരിച്ചറിയേണ്ടതാ. രാജ്യസ്നേഹം കാണിക്കുമ്പോഴേക്ക് അത് സംഖ്യയോ എന്ന് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ വരുന്ന ആളുകളിൽ കേരളത്തിൽ സംഖ്യകൾ മാത്രമേ ഉണ്ടാവൂ. രാജ്യവിരുദ്ധർ കുറച്ച് ആളുകളല്ലേ, അവരൊക്കെ ആളുകൾ ഓടിക്കുന്ന കാലം വരുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊരു കമന്റാണ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. മലയാളികളെ നാറ്റിക്കാൻ കണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയുമായി തുനിഞ്ഞിറങ്ങിയവനാണ്, പിന്തിരിപ്പിക്കാൻ പ്രയാസമാണ്, പൈസയ്ക്ക് വേണ്ടി ഈ ദേശ് എത്ര വേണമെങ്കിലും തരം തായും. ഈ രാജ്യത്തോട് സ്നേഹം കാണിക്കുന്നത് പൈസക്ക് വേണ്ടിയാണോ? ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് വന്ദേ മാതരം വിളിക്കുന്നത് പൈസക്ക് വേണ്ടിയിട്ടാണോ? ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ഭാരത് മാതാ കി ജയ് വിളിക്കുന്നത് പൈസക്ക് വേണ്ടിയിട്ടാണോ? ഈ സുഡാപ്പി ജിഹാദി പാകിസ്ഥാൻ പ്രേമികള് നിരന്തരം വന്ന് പറയുന്നതാണ്, രാജ്യത്തിന് അനുകൂലമായിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് പൈസക്ക്. ഈ രാജ്യസ്നേഹമുള്ള ആളുകൾ രാജ്യം കോൺഗ്രസ് ഭരിച്ച സമയത്തും രാജ്യത്തിനൊപ്പമാണ്, ഇന്ന് മോദി ഭരിക്കുമ്പോഴും രാജ്യത്തിനൊപ്പം. ഇവിടെ കുറച്ച് വർഷങ്ങളായിട്ടേ ഉള്ളൂ രാജ്യവിരുദ്ധത നമ്മുടെ കേരളത്തിൽ വലിയ രീതിയിൽ വളരുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് നമ്മുടെ കേരളത്തിലെ ഇടത് വലത് കേന്ദ്രങ്ങൾക്ക് വലിയ പങ്കുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. മറ്റൊരു കമന്റ് കൂടി വായിച്ചു കേൾപ്പിക്കാം. സംഘികളെ വല്ലാതെ സുഖിപ്പിക്കുന്നുണ്ട്. ഇത് ഒരുപാട് വന്ദേ മാതരം വിളിച്ചാൽ സംഘികളെ സുഖിപ്പിക്കലാണോ? എങ്കിൽ ആ സംഘികളല്ലേ നല്ലത്? ലളിതമായ ചോദ്യ. വന്ദേ മാതരം വിളിച്ചാൽ, ഭാരത് മാതാ കി വിളിച്ചാൽ സംഘികളെ സുഖിപ്പിക്കുന്നുണ്ട്. കുറെ ആളുകൾ ക്യാഷിന് വേണ്ടി ലളിതമായിട്ടൊരു കാര്യം മുന്നോട്ട് വെക്കാം. ഈ പറയുന്ന ഭാരതവും ഈ പറയുന്ന വന്ദേ മാതരൊക്കെ വിളിക്കുന്നതിന് പകരം ഇവിടെ പലസ്തീൻ അനുകൂല പ്രകടനം കുഞ്ഞാൻ അങ്ങ് വിളിച്ചിരുന്നെങ്കിൽ കേരളത്തിലെ ആളുകൾ ഈ പറയുന്ന സുഡാപ്പി ജിഹാദി പാകിസ്ഥാൻ പ്രേമികളെ ആഘോഷത്താൽ അലതല്ലി എന്ത് വേണമെങ്കിലും കുഞ്ഞാന് കൊടുക്കില്ലായിരുന്നു. ഈ പൈസക്ക് എന്ന് പറയുന്ന ആളുകൾ പലസ്തീൻ അനുകൂലികൾക്കൊക്കെ ഇവിടെ പൈസ കൊടുത്താണോ വീഡിയോ ചെയ്യിപ്പിക്കുന്നത്? അറിയാഞ്ഞിട്ട് ചോദിക്കുക. ഈ രാജ്യത്തോട് സ്നേഹം പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് അതൊന്നും ഒരു പൈസക്കും മൂല്യം നൽകാനുള്ളതല്ല. അത് ഈ ഹൃദയത്തിൽ നിന്ന് വരും. അത് ഓരോ ഇന്ത്യന്റെയും ഹൃദയത്തിൽ നിന്ന് വരും. ഈ പാണ്ടിക്കാട് കുഞ്ഞാൻ കോൺഗ്രസ് ആണോ എന്ന് എനിക്കറിയില്ല, ഇദ്ദേഹം BJP ആണോ എന്ന് എനിക്കറിയില്ല, ഇദ്ദേഹം മുസ്ലിം ലീഗ് ആണോ എന്ന് എനിക്കറിയില്ല, ഇദ്ദേഹം CPM കാരനാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹം നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തിയിലേക്ക് എത്തിയ സമയത്ത് അദ്ദേഹം ഈ രാജ്യത്തിന് വേണ്ടി പ്രകടനം വിളിച്ചു. അതിനെ എതിർക്കുന്നവർ ആരായാലും ഈ രാജ്യത്തെ എതിർക്കുന്നവരാണ്. ഒരു തർക്കവും അതിലാർക്കും തന്നെ വേണ്ട. ഇദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് എന്തുമാവട്ടെ, ഈ രാജ്യത്തിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഈ രാജ്യത്തെ ഓരോ പൗരന്റെയും ഉത്തരവാദിത്വം. ഇവിടെ മോദിക്ക് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ, കോൺഗ്രസിന് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ, ലീഗിന് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ ആളുകൾ ഇവിടെ സംസാരിക്കട്ടെ. അത് നമ്മുടെ രാജ്യത്തെ സുന്ദരമായ പൊളിറ്റിക്സ് ആണ്. അത് ഈ രാജ്യത്തിന്റെ മഹത്തായ സുന്ദരമായ കാഴ്ച. പക്ഷെ രാജ്യത്തിന് എതിരെ ആര് സംസാരിച്ചാലും അത് അപകടമാണ്. പാണ്ടിക്കാട് കുഞ്ഞാനെതിരെ പ്രകടനം വിളിച്ച് ഇവിടെ രംഗത്തെത്തിയ, അദ്ദേഹത്തിനെതിരെ കമന്റുകൾ ഇട്ടിട്ടുള്ള ഓരോ ആളുകളും ഈ രാജ്യത്തിനെതിരെ നിൽക്കുന്നവരാ. അവർക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ ഒരു അർഹതയില്ല. ഈ മണ്ണിനോടൊരു സ്നേഹമുണ്ട്. എന്ത് പൊളിറ്റിക്സ്, ഈ രാജ്യത്തിന് എതിരെയല്ലാത്ത എന്ത് പൊളിറ്റിക്സും നിങ്ങൾ ഏത് രീതിയിലും ചർച്ച ചെയ്ത് മുന്നോട്ട് പോയിക്കോളൂ. പക്ഷേ പാകിസ്ഥാൻ അനുകൂല ഈ രാജ്യത്തിന് എതിരെ ആര് നിന്നാലും അവരെ ഈ രാജ്യത്ത് നിന്ന് ചവിട്ടി പുറത്താക്കണം. അതിലൊന്നും ഒരു തർക്കവും വേണ്ട. ഈ രാജ്യത്തിന് ഇപ്പോ അനുകൂലമായിട്ട് കേരളത്തിൽ ആളുകൾക്ക് സംസാരിക്കാൻ പോലും ഭയമുള്ളൊരു കാലത്തേക്കല്ലേ ഈ പാകിസ്ഥാൻ പ്രേമികളൊക്കെ നിരന്തരം എത്തിക്കുന്നത്. പാണ്ടിക്കാട് കുഞ്ഞാൻ ഒരു ഭാരത് മാതാ കി ജയ് വിളിക്കുമ്പോ അതിനെ ശക്തമായ ആളുകൾ എതിർക്കുന്നുണ്ടെങ്കിൽ നാളെ ഒരു വ്ലോഗർ നമ്മുടെ വാഘാ അതിർത്തിയിലേക്ക്, നമ്മുടെ വാഘാ ബോർഡറിലേക്ക്, നമ്മുടെ രാജ്യാതിർത്തിയിലേക്ക് എത്തുമ്പോൾ വന്ദേ മാതരം വിളിക്കാൻ ഭയക്കില്ലേ? അത്തരത്തിലുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ കേരളത്തിൽ ജിഹാദി സുഡാപ്പി പാകിസ്ഥാൻ പ്രേമികൾ വളർത്തുന്നില്ലേ? നമ്മളല്ലാതെ മറ്റാര് പാണ്ടിക്കാട് കുഞ്ഞാനൊക്കെ ഈ വിഷയത്തിൽ പിന്തുണയ്ക്കും? ഈ ഒരു രാജ്യസ്നേഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ പിന്തുണച്ചിട്ടില്ലെങ്കിൽ നാളെ നമ്മുടെ അതിർത്തിയിലേക്ക് പോകുന്ന ഓരോ ആളുകളെക്കെതിരെയും തിട്ടൂരമിറക്കി ഭീഷണിപ്പെടുത്തി കേരളത്തിലെ പാകിസ്ഥാൻ പ്രേമികൾ അവർക്കിഷ്ടമുള്ളതുപോലെ മുന്നോട്ട് കൊണ്ടുപോയില്ലേ? അതൊന്നും ഇവിടെ നടക്കില്ല. കൃത്യമായിട്ട് സകല പാകിസ്ഥാൻ പ്രേമികളോടും സകല സുഡാപ്പി ജിഹാദി തീവ്ര ചിന്താഗതിക്കാരോടും പറയാനുള്ളത്, ഇവിടെ ഞങ്ങൾക്കൊക്കെ പല പൊളിറ്റിക്സ് ഉണ്ടാവും. പാണ്ടിക്കാട് കുഞ്ഞാനൊരു പൊളിറ്റിക്സ് ആയിരിക്കും, അതേപോലെ എനിക്കൊരു പൊളിറ്റിക്സ് ആയിരിക്കും, വേറൊരാൾക്ക് മറ്റൊരു പൊളിറ്റിക്സ് ആയിരിക്കും. ഞങ്ങളൊക്കെ ഈ രാജ്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റൊന്നും.
ഈ രാജ്യം കഴിഞ്ഞിട്ട് മറ്റൊന്നുള്ളൂ. അതിനെ ചോദ്യം ചെയ്യാൻ നിന്നാൽ ഇവിടെ ബോധമുള്ള ഓരോ രാജ്യത്തെയും ഒറ്റക്കെട്ടായിട്ട് പാകിസ്ഥാൻ പ്രേമികളെ ചവിട്ടി പുറത്താക്കും എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.